അധ്യായം 5. ഭയം. നീലിമയ്ക്ക് വല്ലാത്ത പേടി തോന്നി. അശ്വിനെ അവർ എന്ത് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. സിദ്ധാർത്ഥിനോട് ഇത്തരം കാര്യങ്ങൾ പറയാനുള്ള അടുപ്പവും തനിക്കില്ല. എന്നാ ഈ അവസ്ഥയിൽ പറയാതിരിക്കാനും വയ്യ. അശ്വിൻ ഇപ്പൊ തന്നെ അമ്മയെ കാണാതെ പേടിച്ച് കരഞ്ഞു തുടങ്ങി കാണും. അവൾ ചിന്തിച്ചു. എന്തായാലും സിദ്ധാർത്ഥിനെ ചെന്ന് കാണാൻ തന്നെ നീലിമ തീരുമാനിച്ചു. ഗൂഗിളിൽ തിരഞ്ഞ് അവൾ വിശ്വ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ഹെഡ് ഓഫീസ് കണ്ടുപിടിച്ചു. ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി നേരെ അവൾ അവിടേക്ക് ചെന്നു. അവിടെ റിസപ്ഷനിൽ ഒരു പെൺകുട്ടി ഇരിക്കുന്നുണ്ടായിരുന്നു. നീലിമ കയറി വരുന്നത് കണ്ടപ്പോൾ അവൾ തല ഉയർത്തി നോക്കി. എനിക്ക് മിസ്റ്റർ സിദ്ധാർത്ഥ വിശ്വനാഥനൊന്ന് കാണുമായിരുന്നു, നീലിമ പറഞ്ഞു. അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ടോ? റിസപ്ഷനിസ്റ്റ് ചോദിച്ചു. ഇല്ല, അത്യാവശ്യമാണ്, ഒന്ന് കണ്ടേ പറ്റും, നീലിമ പറഞ്ഞു. ക്ഷീണം വിട്ട് മാറാത്തത് കൊണ്ട് അവളുടെ ശബ്ദമൊക്കെ അടഞ്ഞിരുന്നു. നോക്കൂ മാഡം, അപ്പോയിന്റ്മെന്റ് ഇല്ലാതെ എനിക്ക് നിങ്ങൾ അകത്തേക്ക് വിടാൻ പറ്റില്ല, സോറി, റിസപ്ഷനിസ്റ്റ് പറഞ്ഞു. നീലിമയ്ക്ക് ആകെ സങ്കടമായി. അശ്വിനെ കുറിച്ച് ഓർത്തപ്പോൾ അവൾക്ക് മടങ്ങി പോകാനും കഴിഞ്ഞില്ല. സിദ്ധാർത്ഥിനെ കണ്ടിട്ടേ മടങ്ങുമെന്ന് അവൾ തീരുമാനിച്ചു. ഓഫീസിന് പുറത്ത് അവൾ കാത്തിരുന്നു. വൈകുന്നേരം വരെ അവൾക്ക് ആ ഇരിപ്പ് തുടരേണ്ടി വന്നു. സിദ്ധാർത്ഥ ഓഫീസിൽ നിന്ന് ഇറങ്ങി വരുന്നത് കണ്ടപ്പോൾ നീലിമ അവന്റെ അരികിലേക്ക് നടന്നു. പക്ഷേ അവൻ നീലിമയെ ശ്രദ്ധിച്ചില്ല. അവൾ അടുത്ത് ചെന്നപ്പോഴേക്കും സിദ്ധാർത്ഥ് മറ്റൊരു വഴിയിലൂടെ കാറിലേക്ക് കയറിയിരുന്നു. നീലിമയ്ക്ക് കണ്ണുകളിൽ ഇരുട്ട് കയറുന്നത് പോലെ തോന്നി. സിദ്ധാർത്ഥ് അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ അയാളെ കാണാൻ സാധിക്കില്ല. കാർ നീങ്ങി തുടങ്ങിയിരുന്നു. അശ്വിന്റെ മുഖം ഓർത്തപ്പോൾ നീലിമ മറ്റൊന്നും ചിന്തിക്കാതെ സിദ്ധാർത്ഥിന്റെ കാറിന് മുന്നിലേക്ക് ചാടി. ഡ്രൈവർ പെട്ടെന്ന് വണ്ടി ചവിട്ടി നിർത്തി. അയാൾ പറഞ്ഞു, മാഡം, നിങ്ങൾ എന്തേ കാണിക്കുന്നത്? എനിക്ക് സാറിനെ ഒന്ന് കാണണം, അവൾ പറഞ്ഞു. അവളുടെ മുഖം കണ്ടപ്പോൾ തന്നെ എന്തോ അത്യാവശ്യ കാര്യമാണെന്ന് ഡ്രൈവർക്ക് മനസ്സിലായി. പക്ഷേ സിദ്ധാർത്ഥിനോട് ചോദിച്ചാൽ അയാൾ വഴക്ക് പറയും എന്ന് ഉറപ്പാണ്. മാഡം, സാർ കുറച്ച് തിരക്കിലാണ്, നിങ്ങൾ പിന്നെ വരൂ. അയ്യോ, അത് പറ്റില്ല, വളരെ അത്യാവശ്യമാണ്, സാറിനോട് ഒന്ന് പറയാമോ? ഇത് കേട്ട് ഡ്രൈവർ സിദ്ധാർത്ഥിനെ നോക്കി. ഒന്നും കേൾക്കാത്ത ഭാവത്തിൽ ഇരിക്കുകയാണ് സിദ്ധാർത്ഥ്. ഡ്രൈവർ അവരോട് കാര്യം പറഞ്ഞു. ഞാനിപ്പോ തിരക്കിലാണെന്ന് പറ, അവൻ പറഞ്ഞു. ഡ്രൈവർ തല പുറത്തേക്ക് നീട്ടിയിട്ട് അത് അവളോടും പറഞ്ഞു. സോറി മാഡം, സാർ തിരക്കിലാണ്, ഇപ്പൊ കാണാൻ പറ്റില്ല. പക്ഷേ നീലിമയ്ക്ക് വിടാൻ ഭാവമില്ലായിരുന്നു. ഡ്രൈവർ മെല്ലെ വണ്ടി എടുക്കാൻ ശ്രമിച്ചു. അപ്പോൾ നീലിമ വീണ്ടും കാറിന് മുന്നിലേക്ക് നീങ്ങി നിന്നു. അവൾ സിദ്ധാർത്ഥിനെ കാണാതെ പോകില്ലെന്ന് മനസ്സിലായപ്പോൾ ഡ്രൈവർ നിസ്സഹായനായി പിൻ സീറ്റിലേക്ക് നോക്കി. അവളോട് കാറിനുള്ളിൽ കയറാൻ പറ, സിദ്ധാർത്ഥ് പറഞ്ഞു. ഇത് കേട്ട് ഡ്രൈവർ പുറത്തിറങ്ങി ചെന്ന് നീലിമയോട് പറഞ്ഞു. കാറിലേക്ക് കയറാൻ പറഞ്ഞു. അദ്ദേഹത്തിന് മനസ്സ് മാറുന്നതിന് മുമ്പ് വേഗം കാര്യം പറഞ്ഞിട്ട് പോകും മാഡം. അയാൾ ഡോർ തുറന്നു കൊടുത്തു. നീലിമ മടിച്ച് കാറിലേക്ക് കയറി. എന്താ നിനക്ക് പറയാനുള്ളത്? സിദ്ധാർത്ഥ് ചോദിച്ചു. എനിക്കൊരു സഹായം വേണം, അവൾ ഗദ്ഗതത്തോടെ പറഞ്ഞു. ഇത് കേട്ട് സിദ്ധാർത്ഥ് പൊട്ടിച്ചിരിച്ചു. നിനക്ക് സഹായമോ? കൊള്ളാമല്ലോ, ഇങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ മുൻപ് കണ്ടപ്പോ പറഞ്ഞത്. സാർ, എന്റെ മോൻ, അവൻ അപകടത്തിലാണ്, ഒന്ന് സഹായിക്കണം, എന്ത് വേണമെങ്കിലും തരാഞ്ഞ് അച്ഛനെന്ന് മാത്രം പറയരുത്, അവൾ അപേക്ഷിച്ചു. അല്ല മാഡം, ഞാൻ എന്തിനാണ് നിങ്ങളെ സഹായിക്കേണ്ടത്? എനിക്ക് തരാൻ പാകത്തിന് എന്താ നിങ്ങളുടെ കയ്യിലുള്ളത്? അവളോട് ചേർന്നിരുന്നുകൊണ്ട് സിദ്ധാർത്ഥ് ചോദിച്ചു. ഡു യു വാണ്ട് ടു സ്ലീപ് വിത്ത് മീ? സിദ്ധാർത്ഥ് ഇത് പറഞ്ഞതോടെ നീലിമയുടെ മുഖം മാറി. ചിരിച്ചുകൊണ്ട് അവൻ തുടർന്നു. സോറി മാഡം, എനിക്ക് അതിൽ ഒരു താല്പര്യമില്ല. ഈ സിറ്റിയിൽ എന്റെ കൂടെ ഒരു രാത്രി കഴിയാൻ കൊതിക്കുന്ന ഒത്തിരി യുവതികളുണ്ട്. നിങ്ങളെ എന്റെ ടേസ്റ്റേ അല്ല. ഇത് കേട്ടതോടെ നീലിമയ്ക്ക് ദേഷ്യം വന്നു. അവൾ പുച്ഛത്തോടെ പറഞ്ഞു. സോറി സർ, സഹായം ചോദിച്ച് ഞാൻ നിങ്ങളുടെ അടുത്ത് വരാൻ പാടില്ലായിരുന്നു. അവൾ പുറത്തിറങ്ങി ഡോർ അടച്ചു. പെട്ടെന്ന് വെയിലിലേക്ക് ഇറങ്ങിയത് കൊണ്ട് അവൾക്ക് തല കറങ്ങുന്നത് പോലെ തോന്നി. പക്ഷേ തളരാൻ പാടില്ല എന്ന് അവൾക്ക് അറിയാമായിരുന്നു. എന്ത് സംഭവിച്ചാലും അശ്വിനെ കണ്ടെത്തണം. അവൾ വീട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു. വീട്ടിലല്ലാതെ അച്ഛൻ മറ്റെവിടെയും അശ്വിനെ പാർപ്പിക്കാൻ സാധ്യതയില്ല എന്നവൾക്ക് തോന്നി. CCTV ദൃശ്യങ്ങളിൽ പെടാതെ നീലിമ അകത്ത് കടന്നു. ശബ്ദമുണ്ടാക്കാതെ അവൾ ഓരോ മുറിയും തിരഞ്ഞു. അപ്പോഴാണ് അഞ്ജലിയും ആദ്യം അങ്ങോട്ട് വരുന്നത് അവൾ കണ്ടത്. നീലിമ പെട്ടെന്ന് കർട്ടന് പിന്നിലേക്ക് മറന്നു നിന്നു. ആദി അഞ്ജലിയെ പ്രണയത്തോടെ നോക്കുകയാണ്. നിനക്ക് എന്തോ വല്ലായത്? ആദി ചോദിച്ചു. ഒന്നുമില്ല, അഞ്ജലി പറഞ്ഞു. പെട്ടെന്ന് ആദ്യം അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പ്രണയാർദ്രമായി അവളുടെ ചുണ്ടുകളിൽ ഉമ്മ വെച്ചു. ഈ രംഗം കണ്ട് നീലിമയ്ക്ക് വെറുപ്പ് തോന്നി. അശ്വിൻ എവിടെയെന്ന് കണ്ടുപിടിക്കാൻ ഒരു വഴിയും തെളിയുന്നില്ല. അതിനിടയിൽ താൻ ഇതൊക്കെ കാണേണ്ടിയും വരുന്നു. അവൾ ആകെ വല്ലാതെയായി. അപ്പോൾ അഞ്ജലി ആദ്യോട് പറഞ്ഞു. അച്ഛൻ ആ ചെക്കനെ നോക്കാൻ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്, എനിക്ക് ഉടനെ പോണം. അവൾ അശ്വിനെ പറ്റിയാണ് പറയുന്നതെന്ന് നീലിമയ്ക്ക് മനസ്സിലായി. അവർ പിന്നീട് എന്താണ് സംസാരിക്കുന്നതെന്ന് കാതോർത്തുകൊണ്ട് നീലിമ അനങ്ങാതെ നിന്നു. അപ്പോൾ ആദ്യ പറഞ്ഞു. ഏത്, നീലിമയുടെ മോനെയോ? ഓ, എന്നാ നീ ഒറ്റയ്ക്ക് പോകണ്ട, ഞാനും വരാം. ചെറുക്കനെ എനിക്കൊന്ന് കാണണം. അവർ രണ്ടുപേരും അശ്വിനെ കാണാനായി പോകുകയാണെന്ന് മനസ്സിലാക്കിയ നീലിമ അവർക്കൊപ്പം പോകുവാൻ തീരുമാനിച്ചു. അശ്വിനെ ഒളിപ്പിച്ച സ്ഥലം കണ്ടുപിടിക്കാൻ അതേ ഉള്ളൂ ഇനി ഒരു മാർഗം. അഞ്ജലിയും ആദ്യം ഉടനെ വീട്ടിൽ നിന്നിറങ്ങി. പിന്നാലെ അവർ കാണാതെ നീലിമയും. ആദ്യയുടെ കാർ ഒരു സ്റ്റാർ ഹോട്ടലിലേക്ക് കയറി പോകുന്നത് ഓട്ടോയിൽ ഇരുന്ന് നീലിമ കണ്ടു. അവൾ അവർക്ക് പിന്നാലെ ചെന്നു. അപ്പോഴേക്കും അഞ്ജലിയും ആദ്യം ഹോട്ടലിന്റെ അകത്തേക്ക് കയറിയിരുന്നു. നീലിമ അവരുടെ പിറകെ പോകാൻ ശ്രമിച്ചപ്പോൾ റിസപ്ഷനിസ്റ്റ് അവളെ തടഞ്ഞു. മാഡം, മെമ്പർഷിപ്പ് കാർഡ് ഉണ്ടോ? എന്ത് മെമ്പർഷിപ്പ്? നീലിമ ചോദിച്ചു. ഇത് പ്രീമിയം കസ്റ്റമേഴ്സ് മാത്രം വരുന്ന സ്ഥലമാണ് മാം. ഇവിടുത്തെ കസ്റ്റമേഴ്സിന് ഒരു മെമ്പർഷിപ്പ് കാർഡ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. കാർഡില്ലാതെ ഉള്ളിലേക്ക് പോകാൻ പറ്റില്ല, റിസപ്ഷനിസ്റ്റ് പറഞ്ഞു. ഞാനൊരാൾ കാണാൻ വന്നതാണ്, നീലിമ പറഞ്ഞു. എന്നാ ആളുടെ പേര് പറയും. റിസപ്ഷനിസ്റ്റ് വിടാനുള്ള ഭാവമില്ല. അത് പിന്നെ, നീലിമ പതറി. അഞ്ജലിയുടെയോ ആദ്യയുടെയോ പേര് പറഞ്ഞാൽ അവർ താൻ വന്നതറിയും. അതോടെ അശ്വിനെ കണ്ടെത്താമെന്നുള്ള ചിന്ത പോലും ഉപേക്ഷിക്കേണ്ടി വരും. അത് അപകടമാണ്. നീലിമ ഒന്നും മിണ്ടിയില്ല. നോക്കൂ മാഡം, എനിക്ക് നിങ്ങൾ അകത്തേക്ക് വിടാൻ പറ്റില്ല, സോറി, റിസപ്ഷനിസ്റ്റ് തീർത്തും പറഞ്ഞു. ഏകദേശം രാത്രിയായി തുടങ്ങിയിരുന്നു.
നീലിമ മറ്റു വഴിയില്ലാതെ ഹോട്ടൽ ലോബിയിൽ നിന്ന് മാറി ഒരിടത്തിരുന്നു. എങ്ങനെയെങ്കിലും അകത്ത് കടക്കണമെന്നായിരുന്നു അവളുടെ ചിന്ത. സമയം പിന്നെയും കടന്നുപോയി. അപ്പോൾ ഹോട്ടലിന്റെ മുന്നിലായി ഒരു പരസ്യം അവൾ കണ്ടു. ഹോട്ടലിലെ വെയിറ്റർ ജോലിക്കായി ആളെ എടുക്കുന്നു എന്ന് കാണിക്കുന്ന ഒരു പരസ്യമായിരുന്നു അത്. പെട്ടെന്ന് അവൾക്കൊരു ബുദ്ധി തോന്നി. നീലിമ എഴുന്നേറ്റ് നേരെ ചെന്ന് റിസപ്ഷനിസ്റ്റിനെ കണ്ടു. ഹലോ, ഞാൻ വന്നത് ഒരു ജോലിക്കാരെ സംസാരിക്കാൻ നിങ്ങളുടെ സൂപ്പർവൈസർ കാണാനാണ്, നീലിമ പറഞ്ഞു. റിസപ്ഷനിസ്റ്റ് അത് വിശ്വസിച്ചു. അവർ വിളിച്ചു പറഞ്ഞപ്പോൾ സൂപ്പർവൈസർ നീലിമയെ അകത്തേക്ക് വിളിപ്പിച്ചു. അവൾ ആകാംക്ഷയോടെ അകത്തേക്ക് നടന്നു. ഹോട്ടലിലെ VIP റെസ്റ്റോറന്റിൽ അച്ഛൻ വിശ്വനാഥിനും അമ്മ ഗീതയ്ക്കുമൊപ്പം ഇരിക്കുകയായിരുന്നു സിദ്ധാർത്ഥ് വിശ്വനാഥ്. സിദ്ധാർത്ഥിന്റെ അച്ഛനും അമ്മയും വിദേശത്താണ്. ഇടയ്ക്ക് നാട്ടിലെത്തുമ്പോൾ മുഴുവൻ സമയം സിദ്ധാർത്ഥ് ഫാമിലിക്കായി മാറ്റിവെക്കും. അങ്ങനെ അവർ ഒന്നിച്ച് ഡിന്നർ കഴിക്കാൻ എത്തിയതാണ്. കഴിച്ചുകൊണ്ടിരിക്കെ ഗീത ചോദിച്ചു, അല്ല സിദ്ധു, എന്താ നിന്റെ ഉദ്ദേശം? സിദ്ധാർത്ഥ് അത് കേട്ട് തല ഉയർത്തി നോക്കി. എന്താ നീ കല്യാണത്തിന് സമ്മതിക്കാത്തതെന്നാ ഞാൻ ചോദിച്ചത്. അമ്മ പറഞ്ഞു, അതിനൊക്കെ ഇനിയും സമയമുണ്ടല്ലോ അമ്മ. സിദ്ധാർത്ഥ് പറഞ്ഞു, സിദ്ധു, ഞങ്ങൾക്ക് വയസ്സായി, മരിക്കും മുന്നേ നിന്റെ കുഞ്ഞിനെ ഒന്ന് കാണണമെന്നുണ്ട്, അതുകൊണ്ട് അമ്മയെ പറയുന്നത്. ഗീത പറഞ്ഞു. അവർ ഭർത്താവിനെ നോക്കി ചോദിച്ചു, ശരിയല്ലേ ഏട്ടാ ഞാൻ പറഞ്ഞേ? അതെ സിദ്, നീ കല്യാണക്കാര്യം ഇത്തിരി സീരിയസ് ആയി എടുക്കണം. അതല്ല, നിനക്ക് ആരെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ അത് തുറന്നു പറഞ്ഞോ, നമുക്ക് ആലോചിക്കാം. അച്ഛൻ പറഞ്ഞത് കേട്ടതല്ലാതെ സിദ്ധാർത്ഥ് മറുപടി പറഞ്ഞില്ല. മോനെ, എത്ര കാലങ്ങൾ ഒറ്റയ്ക്ക്, നിനക്കൊരു കൂട്ട് വേണ്ടേ? നമ്മുടെ MK മേനോന്റെ മകൾ വസുന്ധര നല്ല കുട്ടിയാ, ഞങ്ങളൊരു പ്രപ്പോസൽ വെക്കട്ടെ? ഗീത ചോദിച്ചു. ഏയ് ഇപ്പൊ വേണ്ടമേ, ഞാൻ പറയാം, സിദ്ധാർത്ഥ് പറഞ്ഞു. എന്നാ നീ ഒരാളെ കണ്ടുപിടിച്ച് ഞങ്ങളോട് പറ. എങ്ങനെ ആയാലും വിരോധമില്ല. ആരെങ്കിലും ഉണ്ടോ മോനെ നിന്റെ മനസ്സിൽ? ഗീത ചോദിച്ചു. അതിന് മറുപടി പറയാൻ തല ഉയർത്തിയ സിദ്ധാർത്ഥ് നീലിമയാണ് കാണുന്നത്. റെസ്റ്റോറന്റ് ബാൽക്കണിക്ക് താഴെ മാനേജറുടെ മുറിക്ക് മുന്നിൽ നിന്ന് അയാളോട് സംസാരിക്കുകയായിരുന്നു നീലിമ. ഈ അഹങ്കാരി എല്ലായിടത്തും ഉണ്ടല്ലോ, സിദ്ധാർത്ഥ് ചിന്തിച്ചു. അവന്റെ മുഖം മാറിയത് ശ്രദ്ധിച്ച് ഗീത ചോദിച്ചു, എന്താ മോനെ? ഏയ് ഒന്നുമില്ലമ്മേ, അവൻ പറഞ്ഞു. ഇനി അങ്ങോട്ട് നോക്കരുതെന്ന് കരുതിയിരുന്നുവെങ്കിലും സിദ്ധാർത്ഥിന്റെ ശ്രദ്ധ അവൻ പോലും അറിയാതെ ഇടയ്ക്കിടെ അവളിലേക്ക് മാറുന്നുണ്ടായിരുന്നു. കുട്ടി, നിനക്ക് പറ്റിയ ജോലിയല്ല ഇത്, സൂപ്പർവൈസർ നീലിമയോട് പറഞ്ഞു. എനിക്ക് പറ്റും സർ, ട്രസ്റ്റ് മീ, നീലിമ പറഞ്ഞു. അവളുടെ മുഖം ക്ഷീണം കൊണ്ട് വിളറിയിരുന്നു. അയാൾക്ക് അവളോട് സഹതാപം തോന്നി. സർ, ഞാൻ വെയിറ്റർ ജോലിക്ക് മുമ്പ് ചെയ്തിട്ടുണ്ട്, എനിക്ക് ജോലി കിട്ടിയേ തീരൂ സർ, പ്ലീസ്, നീലിമ പറഞ്ഞു. അവളുടെ നിഷ്കളങ്കമായ മുഖം കണ്ടപ്പോൾ അയാൾക്ക് വിഷമം തോന്നി. പക്ഷേ അവളുടെ വേഷം കണ്ടാൽ വെയിറ്റർ ജോലി അന്വേഷിച്ചു വന്ന ഒരാളായി തോന്നുന്നില്ലായിരുന്നു. എങ്കിലും സൂപ്പർവൈസർ അവളോട് പറ്റില്ലെന്ന് പറഞ്ഞില്ല. ശരി, എങ്കിലും ഒരു കാര്യം ചെയ്യും, കുട്ടി നാളെ മുതൽ ജോലിക്ക് വന്നോളൂ, നമുക്ക് നോക്കാം, സൂപ്പർവൈസർ പറഞ്ഞു. ഇതെല്ലാം സിദ്ധാർത്ഥ് കാണുന്നുണ്ടായിരുന്നു. അയാൾ പറഞ്ഞത് കേട്ടപ്പോൾ നീലിമയ്ക്ക് അല്പം ആശ്വാസം തോന്നി. ഹോട്ടലിൽ കയറാനുള്ള വഴി തരപ്പെട്ടിരിക്കുന്നു. അവൾ ഉടനെ അയാളോട് ചോദിച്ചു, സർ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? നീലിമ ചോദിച്ചു. എന്താണ്? സൂപ്പർവൈസർ അവളെ നോക്കി. എനിക്ക് ഈ ഹോട്ടൽ ഒന്ന് ചുറ്റിക്കണ്ടാ കൊള്ളാവുന്നുണ്ട്, നീലിമ ചോദിച്ചു. അശ്വിൻ ഏത് മുറിയിലാണെന്ന് അറിയാൻ ഹോട്ടൽ മൊത്തം തിരഞ്ഞു പറ്റൂ എന്നവൾക്ക് അറിയാമായിരുന്നു. സൂപ്പർവൈസർ അത് കേട്ട് എന്തോ ആലോചിച്ചു നിന്നു. ചോദിച്ചത് അബദ്ധമായി പോയെന്ന് നീലിമയ്ക്ക് തോന്നി. അത് പിന്നെ സർ, എല്ലാം ഒന്ന് ചുറ്റിക്കണ്ട, നാളെ ജോലിക്ക് കയറുമ്പോൾ കുറച്ചുകൂടെ എളുപ്പമാവും, അതുകൊണ്ടാ, നീലിമ പറഞ്ഞു. ജോലിയോടുള്ള അവളുടെ ആത്മാർത്ഥത കണ്ട് സൂപ്പർവൈസർക്ക് സന്തോഷം തോന്നി. ഇന്നത്തെ കാലത്ത് നീലിമയെ പോലുള്ള ആളുകൾ കുറവാണല്ലോ എന്ന് അയാൾ ആലോചിച്ചു. ഹോട്ടലിലെ ജോലിക്കാരിയായ മറ്റൊരു പെൺകുട്ടിയെ അരികിലേക്ക് വിളിച്ച് അയാൾ നീലിമയെ പരിചയപ്പെടുത്തി. സാന്ദ്ര, ഇത് നീലിമ, പുതിയതായി ജോലിക്ക് വന്നതാണ്, കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുക, സൂപ്പർവൈസർ പറഞ്ഞു. ഓക്കെ സർ, സാന്ദ്ര പറഞ്ഞു. നീലിമയെ നോക്കി സാന്ദ്ര ചിരിച്ചു. ഹലോ, ഞാൻ സാന്ദ്ര. ഹായ്, ഐ ആം നീലിമ. സാന്ദ്രയുടെ ഒപ്പം നീലിമ കയറി പോകുന്നത് സിദ്ധാർത്ഥ് കണ്ടിരുന്നു. അവൾ തന്നെ കാണാനും വീണ്ടും എന്തെങ്കിലും സഹായം ചോദിക്കാനും വേണ്ടിയാകും അവിടേക്ക് വന്നതെന്ന് അവൻ ചിന്തിച്ചു. നടക്കുന്നതിനിടയിൽ സാന്ദ്ര ഹോട്ടലിന്റെ ചരിത്രവും മറ്റും വിശദമായി നീലിമയോട് പറയുന്നുണ്ടായിരുന്നു. നീലിമ അതൊന്നും ശ്രദ്ധിക്കാതെ ചുറ്റും നോക്കിക്കൊണ്ടിരുന്നു. അവൾക്ക് അശ്വിനെ എത്രയും വേഗം കണ്ടുപിടിക്കണം എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവൾ താൻ പറയുന്നത് ശ്രദ്ധിക്കുന്നില്ലെന്ന് മനസ്സിലായപ്പോൾ സാന്ദ്ര സംസാരം നിർത്തി. അതെ, CCTV കൺട്രോൾ റൂം എവിടെയാ? നീലിമ പെട്ടെന്ന് ചോദിച്ചു. എന്തിനാ കുട്ടിക്ക് അത്? അല്ലടോ, ഇപ്പോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അവിടെയല്ലേ എല്ലാവരും പോകുന്നത്, അപ്പോ അതല്ല ആദ്യം കാണേണ്ടത്, നീലിമ ചോദിച്ചു. സംശയത്തോടെ അവളൊന്ന് നോക്കിയെങ്കിലും സാന്ദ്ര കൺട്രോൾ റൂം എവിടെയാണെന്ന് അവൾക്ക് പറഞ്ഞു കൊടുത്തു. കൂടെ വെയിറ്റർ യൂണിഫോം കൊടുത്തു. വേഷം മാറി വരാമെന്ന് പറഞ്ഞ് നീലിമ അവിടെ നിന്നും പോയി. വെയിറ്റർ വേഷം ധരിച്ച ശേഷം നീലിമ ആ ഫ്ലോറിൽ കൺട്രോൾ റൂം അന്വേഷിച്ച് നടന്നു. പക്ഷേ അത് കണ്ടുപിടിക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. കാരണം ആ ഹോട്ടലിലെ എല്ലാ ഭാഗവും ഒരുപോലെയായിരുന്നു. അശ്വിൻ എവിടെയായിരിക്കുമെന്ന് ചിന്തിച്ചപ്പോൾ അവൾക്ക് മനസ്സ് നോവുന്നത് പോലെ തോന്നി. അവനെയും കൂട്ടി നാട്ടിലേക്ക് വന്നത് അബദ്ധമായി പോയി എന്നും അവനെ കണ്ടുപിടിച്ചാൽ ഉടനെ ഇവിടെ നിന്നും മടങ്ങണമെന്നും നീലിമ തീരുമാനിച്ചു. മുകൾ നിലയിൽ നോക്കാനായി അവൾ ലിഫ്റ്റിനടുത്തേക്ക് ചെന്നു. പെട്ടെന്ന് ലിഫ്റ്റ് തുറന്ന് രണ്ടുപേർ പുറത്തേക്ക് ഇറങ്ങി. അവർ കാണാതിരിക്കാനായി നീലിമ അവിടെ നിന്നും ഒരു മൂലയിലേക്ക് മാറി നിന്നു. അത് അഞ്ജലിയും ആദിയുമായിരുന്നു. വെയിറ്റർ വേഷത്തിലായിരുന്ന അവളെ രണ്ടുപേരും ഗൗരവിച്ചില്ല. അവരിറങ്ങി വന്നത് മുകളിൽ നിന്നാണ്. അപ്പോ അശ്വിൻ മുകൾ നിലയിൽ എവിടെയുണ്ട്? നീലിമ ചിന്തിച്ചു. അവൾ ഉടനെ ലിഫ്റ്റിലേക്ക് കയറി മുകളിലേക്ക് പോയി. അവിടെ ഒരു മുറിക്ക് മുന്നിൽ മാത്രം 2 ബോഡിഗാർഡ് കാവൽ നിൽക്കുന്നതായി അവൾ കണ്ടു. ഉറപ്പായും അശ്വിൻ അതിലുണ്ടാവും. ആ മുറിയിൽ കയറാൻ എന്താ വഴി? നീലിമ ചിന്തിച്ചു. അപ്പോഴാണ് ഒരു വെയിറ്റർ ട്രോളിയുമായി ആ മുറിയിലേക്ക് പോകാൻ ഭാവിക്കുന്നത് അവൾ കണ്ടത്. അവൾ അയാളുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. എന്നിട്ട് പറഞ്ഞു, ചേട്ടാ, ഞാൻ ന്യൂ ജോയിനിയാണ്, നിങ്ങൾ വളരെ ക്ഷീണിച്ചല്ലോ, ഇത്തിരി നേരം റെസ്റ്റ് എടുത്തോളൂ, ഇത് ഞാൻ കൊണ്ടുകൊടുക്കാം, നീലിമ പറഞ്ഞു. അത് കേട്ട് അയാൾ അവളെ ഒന്ന് നോക്കി. അവളുടെ വെയിറ്റർ വേഷം കണ്ടപ്പോൾ അയാൾ മറുത്തു പറഞ്ഞില്ല. അവൾ ഉടനെ ആഹാരം നിറച്ച ട്രോളിയും തള്ളിക്കൊണ്ട് ബോഡി ഗാർഡ്സിന് അരികിലേക്ക് നടന്നു. ചെക്കിങ്ങിന് ശേഷം അവൾ മുറിയിലേക്ക് കയറി. മുറിയിൽ വെളിച്ചമില്ലായിരുന്നു. നീലിമ ചെന്ന് ലൈറ്റ് ഇട്ടു. അവിടെയെല്ലാം തിരഞ്ഞിട്ടും അവൾക്ക് മകനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല.
ഇനിയിപ്പോ എന്താ ചെയ്യാ? ഇവരെവിടെയാണ് എന്റെ കുഞ്ഞിനെ ഒളിപ്പിച്ചിരിക്കുന്നത്? നീലിമ ചിന്തിച്ചു. എല്ലായിടത്തും ഒന്നുകൂടെ തിരഞ്ഞ ശേഷം നിരാശയോടെ നീലിമ അവിടെ നിന്നും മടങ്ങാൻ ശ്രമിച്ചു. അപ്പോഴാണ് കുളിമുറിയിൽ നിന്നും ആരോ കുളിക്കുന്ന ശബ്ദം അവൾ കേട്ടത്. ഉള്ളിൽ ഒരു പുരുഷനാണെന്ന് അവൾക്ക് മനസ്സിലായി. അയാൾ തന്നെ കാണുന്നതിന് മുൻപ് പുറത്തിറങ്ങാൻ അവൾ ശ്രമിച്ചു. പക്ഷേ പെട്ടെന്ന് അവളുടെ കൈ തട്ടി മേശപ്പുറത്തുന്ന ഫ്ലവർ വേസ് നിലത്ത് വീണുടഞ്ഞു. വെപ്രാളത്തിനിടയിൽ നീലിമയും തറയിലേക്ക് വീണു. കുളിച്ചുകൊണ്ടിരുന്ന സിദ്ധാർത്ഥ് ഈ ശബ്ദം കേട്ട് ടവലെടുത്ത് പുതച്ച് പുറത്തേക്ക് ഇറങ്ങി വന്നു. സിദ്ധാർത്ഥിനെ കണ്ട് നീലിമ അമ്പരന്ന് പോയി. എന്റെ ദേവി, പിന്നെ ഞാൻ ഈ കാലിന്റെ കയ്യിലാണല്ലോ വന്ന് പെട്ടത്, നീലിമ മനസ്സിൽ പറഞ്ഞു. നിലത്ത് വീണ് കിടക്കുന്ന നീലിമയെ സിദ്ധാർത്ഥ് കണ്ടു. അവൾ തന്നെ തേടി ആ മുറിയിലേക്ക് വന്നത് സിദ്ധാർത്ഥിന് തീരെ ഇഷ്ടമായില്ല. അവൻ അവളെ രൂക്ഷമായി നോക്കി. ഇനി എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ നീലിമ ആകെ വല്ലാതെയായി.